ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ ഫുള്ള് സിഗ്നൽസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഈ മോഡ്യൂളിൽ നെക്സ്റ്റ് പഠിക്കാനുള്ളത് സിസ്റ്റംസ് എന്താണെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഒരു സിസ്റ്റം നോക്കാം. എ സിസ്റ്റം ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊഡ്യൂസസ് എ റെസ്പോൺസ് ഓർ ആൻ ഔട്ട്പുട്ട് സിഗ്നൽ കറസ്പോണ്ടിങ് ടു ആൻ ഇൻപുട്ട് സിഗ്നൽ. ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ ഒരു ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ സിസ്റ്റം നമുക്ക് ജനറലി വരയ്ക്കുകയാണെങ്കിൽ ഇതാണൊരു സിസ്റ്റം, ഒരു ഡിവൈസ്. ഇതിലേക്ക് നമ്മളൊരു എക്സ് ഓഫ് ടിയോ എക്സ് ഓഫ് എൻ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു. ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സിഗ്നൽ നമുക്ക് റെസ്പോൺസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷനിൽ കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം. കണ്ടിന്യൂസ് ടൈം സിസ്റ്റംസും ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസും. സെക്കൻഡ് വൺ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. സ്റ്റാറ്റിക് സിസ്റ്റം ആൻഡ് ഡൈനാമിക് സിസ്റ്റം. Third one causal and non-causal. Fourth one linear and non-linear. Fifth one time invariant and time variant. Sixth one stable and unstable. ഇത്രയാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ്. അപ്പോൾ ആദ്യത്തെ ആളെ നമുക്ക് നോക്കാം, കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം. നമ്മൾ സിഗ്നൽസ് പറഞ്ഞ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ സിസ്റ്റം വിച്ച് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ which is continuous in time corresponding to an input signal which is also continuous in time. അതായത് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഔട്ട്പുട്ട് ആയിട്ട് തരുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം എന്ന് പറയുക. നേരെ മറിച്ച് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആകുമ്പോൾ എന്തായിരിക്കും? ഒരു ഡിസ്ക്രീറ്റ് ടൈം ഇൻപുട്ട് ആയിരിക്കും കൊടുക്കുക. ഡിസ്ക്രീറ്റ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എക്സ് ഓഫ് എൻ ആയിരിക്കും, ഔട്ട്പുട്ട് വൈ ഓഫ് എൻ ആയിരിക്കും. അതായത് ഡിസ്ക്രീറ്റ് ടൈം ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ ഡിസ്ക്രീറ്റ് ടൈം ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. നേരെ മറിച്ച് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് വൈ ഓഫ് ടിയും ഇത് എക്സ് ഓഫ് ടിയും ആയിട്ട് മാറും. ഇവിടെ കണ്ടിന്യൂസ് ടൈം ആവും. അങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റവും ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. സ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് സിസ്റ്റം is a system which produces output at any instant corresponding to the input at the same instant. അതായത് ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തു, ഒരു പ്രസൻറ്റ് ഇൻസ്റ്റൻറ്റിൽ അതേ ഇൻസ്റ്റൻറ്റിൽ ഇൻപുട്ട് കൊടുത്താൽ മാത്രമാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതായത് പാസ്റ്റോ ഫ്യൂച്ചറോ ആയിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് കഴിഞ്ഞു പോയിട്ടുള്ള സിഗ്നൽസോ അല്ലെങ്കിൽ വരാൻ പോകുന്ന സിഗ്നൽസോ കൊടുത്തു കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനത്തെ സിസ്റ്റംസാണ് സ്റ്റാറ്റിക് സിസ്റ്റം. അപ്പോൾ ഡൈനാമിക് സിസ്റ്റം എന്തായിരിക്കും? നേരെ റിവേഴ്സിലായിരിക്കും. അപ്പോൾ സ്റ്റാറ്റിക് സിസ്റ്റത്തിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയാം വൈ ഓഫ് ടി ഈക്വൽ ടു, കണ്ടിന്യൂസ് ടൈമിലാണെങ്കിൽ വൈ ഓഫ് ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓഫ് ടി. അതായത് പ്രസൻറ്റ് ടൈമിനെ മാത്രം കണ്ടോ, ടീനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ വൈ ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ. അതൊക്കെ എന്താണ്? സ്റ്റാറ്റിക് സിസ്റ്റമാണ്. നേരെ മറിച്ച് ഡൈനാമിക് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഡൈനാമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ വൈ ഓഫ് ടി ഈക്വൽ ടു നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ വരിക, ഡി എക്സ് ഓഫ് ടി ബൈ ഡി ടി അല്ലെങ്കിൽ ഡി സ്ക്വയർ വരിക, അങ്ങനത്തെ ടേംസ് വരിക. അല്ലെങ്കിൽ വൈ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ് വൺ. കണ്ടോ, എൻ മൈനസ് വൺ എന്നായി. മൈനസ് വൺ വരുമ്പോൾ എന്തായി? അത് പാസ്റ്റ് ടെൻസിലേക്കാണ് പോകുന്നത്. എക്സ് ഓഫ് എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ സിഗ്നലാണ്. അല്ലെങ്കിൽ എൻ പ്ലസ് വൺ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സിഗ്നൽസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണെങ്കിൽ അത് ഡൈനാമിക് സിസ്റ്റം. പ്രസൻറ്റ് ടെൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, പ്രസൻറ്റ് സിഗ്നൽസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സിസ്റ്റംസ് ആണെങ്കിൽ സ്റ്റാറ്റിക് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ അതാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റംസ്. ഇനി തേർഡ് വൺ കോസൽ ആൻഡ് നോൺ കോസൽ. കോസൽ സിസ്റ്റംസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസൽ സിസ്റ്റം ആണെങ്കിൽ present and past input na matra depends on
present and past input but not future. Present and past but not future. Future input. അപ്പോൾ present and past inputsനെ ഡിപ്പെൻഡ് ചെയ്യും ബട്ട് നോട്ട് ഫ്യൂച്ചർ ഇൻപുട്ട്. അപ്പോൾ നോൺ കോസൽ ആണെങ്കിൽ എന്തായിരിക്കും? ഫ്യൂച്ചറിനെയും പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഫ്യൂച്ചർ ഇൻപുട്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് നോൺ കോസൽ സിസ്റ്റം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y of n ഈക്വൽ ടു x of n plus 2 plus x of n minus 3. കണ്ടോ, പാസ്റ്റ് n minus 3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്, n plus 2 എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ആണ്. രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നോൺ കോസൽ. കോസൽ ആണെങ്കിൽ ഈ എക്സ് ഓഫ് n plus 2 എന്നുള്ള ടേമിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ സിസ്റ്റംസ് ആണ് കോസൽ. അപ്പോൾ കോസൽ ആൻഡ് നോൺ കോസൽ കഴിഞ്ഞു. ഇനി ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ സിസ്റ്റംസ് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ the system which holds superposition principle is said to be linear system. അപ്പോൾ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഹോൾഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ലീനിയർ എന്ന് പറയുക, അല്ലാത്തതിനൊക്കെ നോൺ ലീനിയർ എന്ന് പറയും. അപ്പോൾ ലീനിയർ സിസ്റ്റം ആണെങ്കിൽ വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്സ് റെസ്പോൺസ് ടു എ വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് വിൽ ബി ഈക്വൽ ടു വെയ്റ്റഡ് സം ഓഫ് ദെയർ ഔട്ട്പുട്ട്സ്. അതായത് റെസ്പോൺസിനാണ് നമ്മൾ ടി ഓഫ് എ ഇൻറ്റു എക്സ് വൺ ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു എക്സ് ടു ഓഫ് ടി. അതായത് എക്സ് വൺ ഓഫ് ടി എക്സ് ടു ഓഫ് ടി എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻപുട്ട് സിഗ്നൽസ് ആണ്, കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആണ്. അതിനെ വെയ്റ്റഡ് സം ആക്കാനാണ് എ ഇൻറ്റു എന്ന് ഇവിടെ എക്സ് വൺ ഓഫ് ടീനും ബി ഇൻറ്റു എന്ന് എക്സ് ടു ഓഫ് ടീനും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ സം എടുത്തു. അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു വെയ്റ്റഡ് സം ഓഫ് ടി ഇൻറ്റു സോ അതങ്ങനെയുള്ള സിസ്റ്റംസ് എന്ന് പറയുന്നത് എ ഇൻറ്റു വെയ്റ്റഡ് സം ഓഫ് എന്ന് പറയും ദെയർ ഇൻഡിവിജ്വൽ റെസ്പോൺസസ്. അപ്പോൾ എ ഇൻറ്റു വെയ്റ്റഡ് ആക്കാൻ വേണ്ടി എ ഇൻറ്റു ടി ഓഫ് എക്സ് വൺ ഓഫ് ടി, അതായത് ഫസ്റ്റ് സിഗ്നലിൻ്റെ റെസ്പോൺസ് അതിനെ നമ്മൾ വെയ്റ്റഡ് ആക്കി, പ്ലസ് സം എടുത്തു ബി ഇൻറ്റു നെക്സ്റ്റ് സിഗ്നലിനെ വെയ്റ്റഡ് സിഗ്നൽ ആക്കാനായിട്ട് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഇൻഡിവിജ്വൽ റെസ്പോൺസ് എക്സ് ടു ഓഫ് ടി ഓഫ് എക്സ് ടു ഓഫ് ടി കണ്ടുപിടിച്ചു. അങ്ങനെ സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ ലീനിയർ സിസ്റ്റംസ് എന്ന് പറയാം. സാറ്റിസ്ഫൈ ചെയ്യാത്തതൊക്കെ നോൺ ലീനിയർ ആയിരിക്കും. അപ്പോൾ അതാണ് ഫോർത്ത് ക്ലാസിഫിക്കേഷൻ. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ടൈം ഇൻവേരിയൻറ്റ് ആൻഡ് ടൈം വേരിയൻറ്റ്. അതായത് എ സിസ്റ്റം വിച്ച് ഡു നോട്ട് ചേഞ്ച് ദെയർ ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ടു ദ ചേഞ്ച് ഇൻ ഇൻപുട്ട്. അതായത് ഇൻപുട്ടിൽ എന്ത് ചേഞ്ച് വന്നാലും ഔട്ട്പുട്ട് ഇൻപുട്ട് ടൈമിൽ എന്ത് ചേഞ്ച് വന്നാലും ഔട്ട്പുട്ട് ടൈമിനെ അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ സിഗ്നൽസിനാണ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട് എക്സ് ഓഫ് ടി. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഒരു സിസ്റ്റം നമുക്കൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് വൈ ഓഫ് ടി. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇനി ഈ സിസ്റ്റത്തിന് ഇപ്പം ഞാൻ ഇതിൻ്റെ സിഗ്നൽ ഒരു ഡിലേ കൊടുത്തു, എക്സ് ഓഫ് ടി മൈനസ് ടി കൊടുത്തു നിൽക്കുക. ഇങ്ങനൊരു ഡിലേ കൊടുത്തു. ആ സെയിം ഡിലേ എവിടെ ഉണ്ടായിരിക്കണം? ഔട്ട്പുട്ടിലും പ്രൊഡ്യൂസ് ചെയ്യണം, വൈ ഓഫ് ടി മൈനസ് ടി. കണ്ടോ? അപ്പോൾ ഇൻപുട്ടിൽ എന്ത് ചേഞ്ച് വന്നാലും ഔട്ട്പുട്ടിൽ അതേ സെയിം ചേഞ്ച് വരണം, അല്ലെങ്കിൽ സെയിം അതേപോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടണം. ഇൻപുട്ട് എന്ത് കണ്ടീഷനിലാണോ ഇനീഷ്യലി ഇരുന്നിരുന്നത് അതേ കണ്ടീഷനിൽ തന്നെ നമ്മൾ ടൈം ചേഞ്ച് വന്നാലും ഔട്ട്പുട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഔട്ട്പുട്ട് സെയിം പോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റംസ് എന്ന് പറയും. അങ്ങനത്തെ സിസ്റ്റംസിനെയാണ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റംസ് എന്ന് പറയുക. അല്ലാത്തതൊക്കെ ആണെങ്കിൽ ടൈം വേരിയിങ് ആയിരിക്കും. അതാണ് ഫിഫ്ത്ത് ക്ലാസിഫിക്കേഷൻ. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആൻഡ് നോൺ അൺസ്റ്റേബിൾ സിസ്റ്റം. സ്റ്റേബിൾ സിസ്റ്റംസിന് നമ്മളൊരു കണ്ടീഷൻ പറയും, ബൗണ്ടഡ് ഇൻപുട്ട് ബിബോ സ്റ്റെബിലിറ്റി എന്ന് പറയും. ബിബോ, ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട്. അതായത് ഫോർ എവരി ബൗണ്ടഡ് ഇൻപുട്ട് ദ സിസ്റ്റം പ്രൊഡ്യൂസസ് ബൗണ്ടഡ് ഔട്ട്പുട്ട്. അതിനെയാണ് നമ്മൾ ബിബോ സ്റ്റെബിലിറ്റി എന്ന് പറയും. അപ്പോൾ ഫോർ എവരി ബൗണ്ടഡ് ഇൻപുട്ട് ദ സിസ്റ്റം ഷുഡ് പ്രൊഡ്യൂസ് എ ബൗണ്ടഡ് ഔട്ട്പുട്ട്. അങ്ങനത്തെ സിസ്റ്റംസിനെയാണ് നമ്മൾ ബിബോ സ്റ്റേബിൾ അല്ലെങ്കിൽ സ്റ്റേബിൾ സിസ്റ്റംസ് എന്ന് പറയുക. അപ്പോൾ അതാണ് ബിബോ സ്റ്റെബിലിറ്റി. അല്ലാത്ത സിസ്റ്റംസ് അൺസ്റ്റേബിൾ. അതായത് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട്
ഇൻപുട്ട് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 0യ്ക്കും ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കാന്ന് വിചാരിച്ചാൽ അതിൻ്റെ കണ്ടീഷൻ കറസ്പോണ്ടിങ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കായിരിക്കും ആ ഇൻപുട്ട് സിഗ്നലിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും അതാണ് വൈ എന്തായിരിക്കും 0യ്ക്ക് ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കായിരിക്കും. അതായത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉള്ള സിസ്റ്റംസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റേബിൾ സിസ്റ്റംസ് എന്ന് പറയുക. അല്ലാത്ത സിസ്റ്റംസ് ഒക്കെ അൺസ്റ്റേബിൾ ആവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സ് ഓഫ് ടി ആണ്, നമുക്ക് കറസ്പോണ്ടിങ് ഒരു വൈ ഓഫ് ടി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കണ്ടോ. ഇവിടെ 0 അല്ലെങ്കിൽ ഇത്ര ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബൗണ്ടഡ് ആയിട്ട് കിട്ടുകയാണ്. സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ഒരു ബൗണ്ടഡ് ലിമിറ്റിൻ്റെ ഉള്ളിൽ കിട്ടുകയാണെങ്കിൽ അത് സ്റ്റേബിൾ സിസ്റ്റംസ് ആണ്. പകരം നമുക്കിപ്പോൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള സിസ്റ്റം അല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണെങ്കിൽ നമ്മളതിനെ എന്തെന്ന് പറയും, അൺസ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഇത് അൺസ്റ്റേബിൾ സിസ്റ്റം ആണ്. ആദ്യം വരച്ചത് ഒരു സ്റ്റേബിൾ സിസ്റ്റമാണ്. ഇതാണ് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ് ആണ് നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ സിഗ്നൽസ് ചെയ്ത പോലെ തന്നെ ഓരോ സിസ്റ്റംസ് തന്നു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ ലീനിയർ ആണോ ടൈം ഇൻവേരിയൻ്റ് ആണോ കോസൽ ആണോ സ്റ്റാറ്റിക് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്കിനി അങ്ങനത്തെ മോഡൽ പ്രോബ്ലംസ് നമുക്ക് നോക്കണം. അപ്പോൾ ഇതാണ് ഇനി നമുക്കിതിൽ നോക്കാനുള്ള പ്രോബ്ലംസ്. അപ്പോൾ സിഗ്നൽസ് പഠിച്ച അതേപോലെ തന്നെയാണ് സിസ്റ്റംസിലും ക്ലാസിഫിക്കേഷൻ്റെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഓരോ ടേംസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് ശരിക്കും നന്നായി മനസ്സിലാക്കുക. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്കിനി പ്രോബ്ലംസ് നോക്കാനായിട്ട്. നമ്മളിനി നെക്സ്റ്റ് നമ്മളിതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം.